അപ്പോൾ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് വരാൻ പറഞ്ഞായിരുന്നു, ചെയ്തു. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ സിംഗിൾ ക്രോഷ്യയുടെ ലെയറാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളോട് സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞത് എത്ര ചെയിനാണ്? 1 ചെയിൻ. അപ്പോൾ 1 ചെയിൻ നമ്മൾ ഇവിടെ ഇതിൻ്റെ മേലെ എടുത്തുക. ഈ ലെയറിൻ്റെ മേലെ ഒരു ചെയിൻ എടുത്ത ശേഷം എന്ത് ചെയ്യുക? ചെയിനിൻ്റെ താഴെയുടെ, ചെയിൻ്റെ ഉള്ളിലൂടെ അല്ല, ചെയിൻ്റെ തൊട്ട് താഴെ കാണുന്ന ആ 2 ലെയേഴ്സും കിട്ടുന്ന പോലെ താഴത്തൂടെ എന്തെടുക്കുക? നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് വലിച്ച് എടുക്കുക. അപ്പോൾ സിംഗിൾ ക്രോഷ്യ, എന്നിട്ട് അത് മൊത്തം ആ ലെയർ കണ്ടിന്യൂ ചെയ്യും. മനസ്സിലായോ? അതായത് നമ്മൾ സിംഗിൾ ക്രോഷ്യ ആകുമ്പോൾ നമ്മൾ ഒരു ചെയിൻ വിട്ടിട്ട് രണ്ടാമത്തെ ചെയിനിലോട്ടാണ് ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളോട് വിടാൻ പറഞ്ഞ ആ ഒരു ചെയിൻ നമ്മൾ ലെയറിൻ്റെ മേലെ എടുക്കുക. ഒരു ചെയിൻ എടുത്ത ശേഷം അത് ആദ്യം ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്ന് തിരിച്ചൊഴിച്ച് ഒരു ചെയിൻ എടുത്ത ശേഷം തൊട്ടടുത്തുള്ള ചെയിനിൻ്റെ താഴെയുടെ, ചെയിൻ്റെ ഉള്ളിലൂടെ അല്ല, ചെയിൻ കംപ്ലീറ്റ് കിട്ടുന്ന പോലെ അതിൻ്റെ താഴെയുടെ നീഡിലിട്ടിട്ട് നൂല് വലിച്ചെടുത്തിട്ട് എന്ത് ചെയ്യുക? സിംഗിൾ ക്രോഷ്യ ചെയ്ത് ആ ലെയർ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് തിരിച്ചു പിടിക്കാം. ഇത് തിരിച്ചു പിടിക്കുമ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ്. ഹാഫ് ഡബിൾ ക്രോഷ്യ ആകുമ്പോൾ നമ്മളോട് പറഞ്ഞത് എത്ര സ്കിപ്പ് ചെയ്യാനാണ്? 2 ചെയിൻസ്. അപ്പോൾ നമ്മൾ 2 ചെയിൻസ് അവിടെ എടുക്കുന്നു, ഒന്ന് ചുറ്റുന്നു, സെയിം പാറ്റേൺ ആ ചെയിനിൻ്റെ താഴത്തൂടെ എന്ത് ചെയ്യാം? നീഡിൽ ഇൻസേർട്ട് ചെയ്യുക, വലിച്ചെടുക്കുക, 3 ലൂപ്പിലൂടെ വലിച്ചെടുക്കാം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ചെയ്യാം. അത് കംപ്ലീറ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ അതുപോലെ ചെയ്യാം. ഇങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാതും ചെയ്യുക. അതായത് ചെയിനിൻ്റെ ഉള്ളിലൂടെയല്ല, ചെയിനിൻ്റെ താഴെ, ചെയിന് 2 ലെയേഴ്സും കിട്ടുന്ന പോലെ ചെയിന് മൊത്തമായി കിട്ടുന്ന വിധത്തിൽ താഴെ നമ്മൾ എന്ത് ചെയ്യുക? നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് വലിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡബിൾ ക്രോഷ്യ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഡബിൾ ക്രോഷ്യ സെയിം തന്നെയാണ് ചെയ്യേണ്ടത്. ഹാഫ് ഡബിളാണെങ്കിൽ നമ്മൾ 2 ചെയിനാണ് സ്കിപ്പ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഡബിൾ ക്രോഷ്യയിൽ നമ്മൾ എത്ര ചെയിൻ സ്കിപ്പ് ചെയ്യണം? 3 അല്ലേ? അപ്പം നമ്മൾ ആ സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞ ചെയിൻ ലെയർ ഒന്ന് മറിച്ച് വെച്ച ശേഷം ഒന്ന് തിരിച്ച് പിടിച്ച ശേഷം, കാരണം നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ തിരിച്ച് പിടിക്കാം അല്ലേ? ഓക്കെ, ഒന്ന് തിരിച്ച് പിടിച്ച ശേഷം 3 ചെയിൻസ് നമ്മൾ ഇടുക. കാരണം ഡബിൾ ക്രോഷ്യക്ക് 3 ചെയിൻസാണ്. 1 2 and 3 ചെയിൻസ് ഇട്ട് ഒന്ന് ചുറ്റി തൊട്ടടുത്തുള്ള ചെയിൻ മുഴുവനായി കിട്ടുന്ന വിധം അതിൻ്റെ അടിയിലൂടെ ഇട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഡബിൾ ക്രോഷ്യ മൊത്തം ലെയറും ചെയ്യാം. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ട്രിപ്പിൾ ക്രോഷ്യയും ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ 4 ലെയേഴ്സ് എങ്ങനെയാണ് മേക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പം സിംഗിൾ ക്രോഷ്യ ആണെങ്കിൽ ഒന്നും കൂടി റിവൈസ് ചെയ്യണം. സിംഗിൾ ക്രോഷ്യ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞ ചെയിൻ ഏതാണ്? 1 ചെയിൻ. അപ്പോൾ 1 ചെയിൻ നമ്മൾ എക്സ്ട്രാ ആ ലെയറിൻ്റെ മേലെ എടുത്ത ശേഷം എന്ത് ചെയ്യാം? കണ്ടിന്യൂ ചെയ്യാം. വർക്ക് കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്യുമ്പോൾ ചെയിൻ്റെ ഉള്ളിലൂടെ അല്ല, താഴത്തൂടെ. ഇനി ഹാഫ് ഡബിൾ ആണെങ്കിൽ നമ്മളോട് സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞ ചെയിൻ എത്രയാണ്? 2 ആണ്. അപ്പോൾ നമ്മൾ 2 ചെയിൻ സ്കിപ്പ് ചെയ്യുന്നതിന് പകരം അത് ലെയറിൻ്റെ മേലെ 2 ചെയിൻ എടുത്ത ശേഷം ചെയ്യാം. ഇനി ഡബിൾ ക്രോഷ്യ ആണെങ്കിൽ എത്ര ചെയിൻ എടുക്കണം? 3 ചെയിൻ അല്ലേ? നമ്മളോട് 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 4ാമത്തെ ചെയിനിലോട്ട് ഇടാൻ പറഞ്ഞു. അപ്പോൾ 3 ചെയിൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. എല്ലാം സെയിം തന്നെയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഉള്ളിലൂടെ എടുക്കരുത്. കാരണം ലെയർ അതുപോലെ ഒറ്റ ലെയർ പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ നമ്മളപ്പോൾ എത്ര ചെയിൻ എടുക്കണം? നമ്മളോട് 4 ചെയിൻ എടുത്തിട്ട് 5th ചെയിനിലോട്ട് ഇടാൻ പറഞ്ഞല്ലേ? 4 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 5th ചെയിനിലോട്ട് ഇടാൻ പറഞ്ഞു. അപ്പോൾ 4 ചെയിനാണ് നമ്മൾ എവിടെ എടുക്കേണ്ടത്? ഈ ലെയറിൻ്റെ മേലെ എടുക്കേണ്ടത്. അങ്ങനെ ലെയറിൻ്റെ മേലെ എടുത്ത ശേഷം അത് കംപ്ലീറ്റ് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ, ട്രിപ്പിൾ ക്രോഷ്യ ചെയ്ത് തന്നെ നമ്മുടെ ലെയേഴ്സ് മേക്കിംഗ് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മൾ എല്ലാ ലെയേഴ്സും ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളെങ്ങനെ സാധാ പോലെ കട്ട് ചെയ്യുക? ലാസ്റ്റ് ലൂപ്പിലൂടെ നൂല് വലിച്ചെടുത്ത് അത് കട്ട് ചെയ്ത് വലിച്ച് ടൈറ്റാക്കി കെട്ടുപെടുത്തി വെക്കാം. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഈ 2 കെട്ടിയ ഭാഗത്തെയും എക്സ്ട്രാ വരുന്ന നൂല് ഹൈഡ് ചെയ്യണം അല്ലേ? നല്ല ലെങ്തി ആയിട്ടാണ് ആ നൂലുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം എന്ത് ചെയ്യാം? എങ്ങനെ ചെയ്യാം? ഈ പോർഷനിലൂടെയും നമുക്ക് ഈ നൂല് ഹൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ മേലത്തെ പോർഷനിലൂടെ ഹൈഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? തൊട്ടടുത്തുള്ള ആ നൂലിൻ്റെ തൊട്ടടുത്തുള്ള ചെയിനിൻ്റെ ഒരു സൈഡിലൂടെ
നൂല് വലിച്ചെടുക്കുക. ഓക്കെ, ഇതേപോലെ ഒരു സൈഡിലൂടെ ഉള്ളിലൂടെ ചെയിൻ്റെ ഉള്ളിലൂടെ ഇട്ട് ഒരു സൈഡിലൂടെ നീഡിലിട്ട് വലിച്ചെടുക്കാം. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് തൊട്ട് അപ്പുറത്തുള്ള ചെയിനിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൂടെ ഉള്ളിലൂടെ ചെയിൻ്റെ ഉള്ളിലൂടെ ഓപ്പോസിറ്റ് സൈഡിലൂടെ നീഡിലിട്ട് വലിച്ചെടുക്കാം. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ചെയിൻ്റെ ആദ്യം ചെയ്ത സൈഡിലൂടെ തന്നെ നീഡിലിടുക. ചെയിൻ്റെ ഉള്ളിലൂടെ നീഡിലിട്ടിട്ട് ആ വൂള് വലിച്ചെടുക്കുക. ഇത് തന്നെയാണ് നമ്മൾ താഴെയും ചെയ്യുന്നത്. ആദ്യം ഒരു സൈഡിലൂടെ നീഡിലിട്ടിട്ട് നമ്മൾ ആ വൂള് വലിച്ചെടുക്കും. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലൂടെ അപ്പുറത്തെ സൈഡിൽ എന്ത് ചെയ്യും, അപ്പുറത്തെ സൈഡിലൂടെ നീഡിലിടും. നീഡിലിട്ടിട്ട് നമ്മൾ ആ നൂല് വലിച്ചെടുക്കും. ഓക്കെ, അത് നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും ഹൈഡ് ചെയ്യാം, നീറ്റായിട്ട് ഹൈഡ് ചെയ്യാം. ഒരു ചെറിയ പോർഷൻ പോലും പുറത്ത് കാണാത്തക്ക വിധം നിങ്ങളത് ഹൈഡ് ചെയ്യാം. നല്ല ലെങ്ത്തിലും കട്ട് ചെയ്ത് നല്ല ഷോർട്ടായിട്ടും കട്ട് ചെയ്ത്, അപ്പോഴും നിങ്ങൾക്കിത് ഹൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ലെയേഴ്സ് മേക്ക് ചെയ്യുക, എന്നിട്ടൊന്ന് വലിച്ചു നോക്കുക, അപ്പോൾ കറക്റ്റ് ഷേപ്പ് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്ന എല്ലാ കട്ടിങ്സും ഹൈഡ് ചെയ്യുക.